എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്കിന്നൊരു ഏത്തപ്പഴം കൊണ്ട് നമുക്കൊരു അട ഉണ്ടാക്കാം. നമുക്ക് ഒരു ഏത്തപ്പഴം വെച്ച് എളുപ്പത്തിനൊരു അട ഉണ്ടാക്കി കാണിക്കാം. ആദ്യം ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കും. കട്ടിയായിട്ടിരിക്കും, ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നമ്മളിത് ഉണ്ടാക്കി നെയ്യാ. ഞാനിത് പാട എടുത്ത് ഫ്രീസറിൽ വെച്ച് അത് അടിച്ച് അത് ഉരുക്കി എടുത്ത് വെച്ചേക്കുന്നു നെയ്യ്. അതുകൊണ്ട് മായമൊന്നും ചേർന്നാൽ ഇതിനകത്തോട്ട് നമുക്ക് ഏത്തപ്പഴം ഇടാം. ഏത്തപ്പഴം 2 ചെറിയ ഏത്തപ്പഴമാണ്. നല്ലപോലെ വഴന്ന് നല്ലപോലെ ആയിക്കഴിഞ്ഞ് ശർക്കരപ്പാനി ആക്കാത്തേക്ക് നമുക്ക് കിച്ചണിനകത്താണ് എല്ലാം ഉണ്ടാക്കുന്നത്, വർക്ക് ഏരിയയിലല്ല. അപ്പോൾ ഈ സ്റ്റൗവിന് ഒത്തിരി താമസം, അതാകുമ്പോൾ ആ സ്റ്റൗ എളുപ്പമാണ്. ഇതിപ്പോൾ ഈ സ്റ്റൗവില ഉണ്ടാക്കും. നല്ലപോലെ വേവണം. നല്ലപോലെ വെന്തുടഞ്ഞ് എന്നിട്ട് തേങ്ങ തിരുമ്മിയതും കൂടെ ഇങ്ങോട്ടിടും. ഇത്തിരി ഏലക്കായും ശർക്കരപ്പാനി എല്ലാം കൂടെ ഒഴിച്ച് ഒത്തിരി നെയ്യ് ഒഴിക്കരുത്. ഒത്തിരി നെയ്യൊഴിക്കരുത്. ശകലം നല്ല പഴുത്ത പഴമാണ്. പാനി തിളപ്പിക്കുക. ശർക്കരപ്പാനി നമുക്ക് അരിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം. വല്ല അടിയും വല്ലതും കണ്ടാലും വല്ല കരടോ മണ്ണോ ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വേവും. ശർക്കരയ്ക്കകത്ത് കിടന്ന ഏത്തപ്പഴം വരട്ടി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വരണം. നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അതെല്ലാം വെള്ളമൊക്കെ പറ്റി ഇനി ആ തേങ്ങ കുറച്ച് നേരം ഒന്ന് കിടന്ന് അതിനകത്തിലോട്ട് ഒന്ന് പിടിക്കട്ടെ.
ഭയങ്കര മടി, കൈക്ക് വേദനയായോണ്ട് ഒരു ശകല ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ശകലം. അപ്പം ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. തീയെ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ആട്ട കുഴയ്ക്കാം. ആട്ട ഒത്തിരി കട്ടിയായിട്ട് കുഴയ്ക്കാം, ഇച്ചിരി ലൂസായിട്ടേ കുഴയ്ക്കാവും. നമുക്ക് പരത്തി എങ്കിലൊരു മയം വരും, കട്ടിയാകുമ്പം കൊള്ളത്തില്ല. പരുവത്തി മതി. നമുക്ക് പരത്താം. ഇവിടെ വെച്ചിട്ട് ഈ പരുവം മതി. ഈ പരുവത്തിലെ ആട്ട കുഴയ്ക്കാം. കട്ടി കുറച്ച് പരത്താം. കനം കുറച്ച് പരത്തി കട്ടി കുറച്ച് പരത്തിലെ രുചിയുള്ളൂ. കട്ടിയായിട്ട് അത് കൊള്ളത്തില്ല. തീരെ നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തി ഇങ്ങനെ പരത്തിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേക്കണം. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വെക്കണം. അപ്പം നമുക്ക് തീരാറായി. ഇപ്പം ലാസ്റ്റിലത്തെ കട്ടി കുറച്ചുണ്ടാക്കണം. കട്ടി കുറച്ചുണ്ടാക്കിയാലേ രുചിയുള്ളൂ. ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കളയാതെ നമ്മളിങ്ങനെ വഴറ്റി ചെയ്താൽ നല്ലതാണ്. കളയാതെ പഴുത്ത് പോകുമ്പോൾ ചില നാരും എടുത്ത് കളയും. അത് കളയരുത്. അവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കും. അവലുമൊക്കെ ചേർത്ത് നട്ട്സും ഒക്കെ പൊടിച്ചിട്ട് അതിനകത്ത് കൂടത്തിൽ നല്ലതാണ്. ഞാൻ തേങ്ങായും ഏത്തപ്പഴവും നെയ്യ് ഒഴിച്ച് ഏത്തപ്പഴം വഴറ്റി അതിനകത്തോട് ശർക്കരപ്പാനി ഒഴിച്ച് തേങ്ങായും ഇട്ട് ജീരകവും ഏലക്കായും കൂടെ ചതച്ചിട്ട് മിക്സാക്കി വെള്ളം പറ്റിച്ച് എളുപ്പമാണ്. നമുക്ക് 4 മണിക്കൊക്കെ അതിൽ എളുപ്പം കഴിക്കാനും ഒക്കെ എളുപ്പമാണ്. ഈ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ കളയരുത്. ഇങ്ങനെ ചെയ്യണം.
നെയ്യോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലോ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് വഴറ്റാം. അപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായി ഇതിന്. എല്ലാവരും നല്ല രുചിയുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി ബൈ.